ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. AKNM MAM HSS കാട്ടുകുളം പാലക്കാട്, ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര കൊച്ചി. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ, CNN ഗേൾസ് ഹൈസ്കൂൾ ചേർപ്പ് തൃശൂർ. ചക്രവ്യൂഹം റൗണ്ടില് വംശാവലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അതായത് കൗരവ പാണ്ഡവർ ഉൾപ്പെട്ട് ചന്ദ്രവംശത്തിലെ ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ഒരു വംശാവലി പൂരിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ഈ ആദ്യത്തെ റൗണ്ട് ചക്രവ്യൂഹത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു കഥാപാത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതൊരു ഫ്ലോ ചാർട്ടായിരിക്കും. അതിൽ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അത് ഏതൊക്കെ കഥാപാത്രങ്ങളാണ് എന്നത് കണ്ട് നിങ്ങൾ പൂരിപ്പിക്കണം. ആ കുടുംബത്തിലെ ഏതൊക്കെ ആൾക്കാരാണ്, അംഗങ്ങളാണ് ഇല്ലാത്തത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് പൂരിപ്പിക്കണം കറക്റ്റായിട്ട് ആ ഓർഡറിൽ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസാണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത്. അത് ഒട്ടിക്കണം. അതിനുള്ള ഒരു മാഗ്നറ്റാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ ആയിട്ട് 60 സെക്കൻഡ് സമയമാണ് കിട്ടുക. ആദ്യത്തെ 30 സെക്കൻഡിൽ നിങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാം കൃത്യമായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്ക് കിട്ടും. ആദ്യത്തെ 30 സെക്കൻഡിലാണ് എങ്കിൽ. ഇനി 30 മുതൽ 40 സെക്കൻഡിനുള്ളിലാണ് നിങ്ങൾ പൂരിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. ഇനി 40 മുതൽ 50 സെക്കൻഡിലാണ് പൂരിപ്പിക്കുന്നത് എങ്കിൽ 15 മാർക്കും, 50 മുതൽ 60 സെക്കൻഡിലാണ് അവസാനത്തെ ഒരു 10 സെക്കൻഡിലാണ് നിങ്ങൾ പൂരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്കും. ഇനിയിപ്പോൾ തെറ്റായാലോ മാർക്ക് കിട്ടില്ല. തെറ്റായി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. കൃത്യമായിട്ട് ഇത് മുഴുവൻ നിങ്ങൾ എല്ലാ അംഗങ്ങളെയും കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഓരോ ടീമിൽ നിന്നും ഓരോ ആൾക്കാർ വരും. എന്നിട്ട് ഇത് ആദ്യം തിരിക്കും. അപ്പോൾ ഏത് കഥാപാത്രമാണ് എന്നുള്ളത് നമ്മൾ അറിയും. എന്നിട്ട് വേഗം ഫില്ല് ചെയ്ത് പോകണം. അറിയാലോ, ആദ്യത്തെ 30 സെക്കൻഡിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാലാണ് നിങ്ങൾക്ക് 25 മാർക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം AKNM MAM HSS റെഡി അല്ലേ? രണ്ടുപേരും വരും. ഉണ്ണികൃഷ്ണൻ സാർ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഇപ്പോൾ 2 പേരാണ്. ഒരാളത് തിരിച്ചിട്ട് ഏതാണ് വംശാവലി എന്ന് മനസ്സിലാക്കും. അപ്പോഴേക്കും മറ്റേ ആൾ എടുത്തു തരും. 2 പേരും കൂടി നോക്കിക്കോളൂ ഏതൊക്കെയാണെന്നുള്ളത്. കറക്റ്റായിട്ട് ഉത്തരം പെട്ടെന്ന് മനസ്സിലാക്കുക. ഒരാൾ കൊടുക്കുന്നു, മറ്റേ ആൾ ഒട്ടുക്കുന്നു. എത്രയും പെട്ടെന്ന്, എത്ര വേഗത്തിലാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഏതെങ്കിലും ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ആരംഭിക്കാം. അപ്പോൾ 60 സെക്കൻഡാണ് സമയം. ഞാൻ സമയം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എല്ലാം കാര്യങ്ങളും പടപടയെന്നിരിക്കണം. ഓക്കെ, റെഡി? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. $50 സെക്കൻഡ്സ് ബാക്കി. 45 സെക്കൻഡ്സ് ബാക്കി. 40 സെക്കൻഡ്സ്. 30 സെക്കൻഡ്സ്. 25 സെക്കൻഡ്സ്. 20 സെക്കൻഡ്സ്. 15 സെക്കൻഡ്സ്. പെട്ടെന്നായിക്കോളൂ. 5 4 3 2 1 0. എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കണം. ഉണ്ണികൃഷ്ണൻ സാറ് ഇതിനുള്ള ഉത്തരം എത്രത്തോളം ശരിയായി എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ രണ്ടുപേരും ഏതായാലും പൊയ്ക്കോളൂ. അപ്പം നമുക്ക് ഉത്തരം എത്രമാത്രം ശരിയാണ് എന്നറിയാനായിട്ട് ഉണ്ണികൃഷ്ണൻ സാറെ സ്വാഗതം ചെയ്യാം. യയാതി ദേവയാനി വംശപരമ്പരയാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. തെറ്റായതുകൊണ്ട് നമുക്കിതിലിപ്പോൾ സ്കോറിംഗ് ഇല്ല. കാരണം പൂരിപ്പിച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ്. യദു, മധു, പിന്നെ അവിടെ വരേണ്ടത് ക്രോഷ്ടു ആണ്. അത് തിരിച്ച് താഴെയാണ്. ഹൃദീകൻ്റെയും കൂടെ താഴെയാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്.
കാരണം ക്രോസ് ടു ഇവിടെയാണ് വരേണ്ടത് എന്നത്. അതുപോലെ തന്നെ ഹൃദയകൻ കഴിഞ്ഞാൽ ഇവിടെ വരേണ്ടത് കൃതവർമാവായിരുന്നു. അത് മാറ്റിയിട്ടവരെ മറ്റൊന്നാണ് ഫില്ല് ചെയ്തിരുന്നത്. അപ്പോൾ പ്രയത്നത്തിന് ഒരു അഭിനന്ദനം. കാരണം അവർക്ക് ബാക്കി രണ്ടും അവർ ഫില്ല് ചെയ്ത് കറക്റ്റാണ്. ദേവകിയും അതുപോലെ തന്നെ കംസന്റെ പുത്രിയായിട്ടുള്ള പ്രാപ്തിയും, അത് രണ്ടും ശരിയാണ്. നന്ദി സർ. അപ്പോൾ ഏതായാലും AKNM MAM നിങ്ങളുടെ ഫൈനൽസിൻ്റെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്.